ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈബർ സെക്യൂരിറ്റി ഫ്രോഡ്സിന്റെ വിക്ടിംസ് ആകുന്നത് കേരളത്തിലാണ്. ഏകദേശം 26 കൊല്ലത്തെ കോർപ്പറേറ്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടിയാണ്. ഞങ്ങളുടെ സ്കൂൾസിലൊന്നും ഇതിനെ പറ്റിയിട്ട് ഒരു കോൺസെപ്റ്റോ സിലബസോ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയാസോ ഒന്നും വന്നു തുടങ്ങിയിട്ടേ ഇല്ല. പക്ഷേ എന്നാലും റിയൽ വേൾഡിൽ ഇതിനൊക്കെ വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസും കൂടിയുണ്ട്. എൻ്റെ വയസ്സ് ഇപ്പം 47ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഫോമാറ്റിൽ ലേൺ ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്നുള്ള വല്ലാത്തൊരു ഒരു മനസ്സിലൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഡൗട്ട്, പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് പെട്ടെന്ന് തന്നെ ആത്തിഫും ശരത്തും മാറ്റിയെടുത്തു. വളരെ ഈസി ആയിട്ടാണ് കോൺസെപ്റ്റ്സ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തന്നത്. പിന്നെ മാത്രമല്ല, ഇവിടുത്തെ ഒരു വളരെ നല്ലൊരു ലാബ് ഫെസിലിറ്റിയും കൂടിയാണ് എൻക്രിപ്റ്റ് നമ്മൾക്ക് ഓരോരോ ആൾക്കാരും ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലീസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആവും. കാരണം നാളത്തെ ഒരു സിറ്റുവേഷനിൽ വളരെയേറെ ഇൻ്റർനെറ്റിനെ നമ്മൾ യൂസ് ചെയ്തിട്ട്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കഴിയേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് എൻക്രിപ്റ്റ് ബൈറ്റ്സിൽ അവർ വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അവർ മാപ്പ് ചെയ്തിട്ടുള്ളത്. ഓൺലൈനായിട്ടുള്ള ഒരു വീഡിയോസും കണ്ടിട്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയല്ല ഇന്നത്തെ സൈബർ സെക്യൂരിറ്റിയും ഇന്നത്തെ നെറ്റ്വർക്കിംഗ്. ഹായ്, എൻ്റെ പേര് രാകേഷ് വനമാലി എന്നാണ്. ഞാനൊരു ബത്തേരി സ്വദേശിയാണ്. ഏകദേശം 26 കൊല്ലത്തെ കോർപ്പറേറ്റ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ബിസിനസ് സ്ട്രാറ്റജി, കോർപ്പറേറ്റ് ക്വാളിറ്റി, ലീൻ, സിക്സ് സിഗ്മ എന്ന കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏരിയാസ്. അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 10 കൊല്ലമായിട്ട് ഫ്രീലാൻസ് ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ബത്തേരിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാണ്. ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് പിന്നെ നാട്ടിൽ തന്നെ തിരിച്ചു വന്നിട്ട് നാട്ടിൽ സെറ്റിൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് ബത്തേരിയിലേക്ക് ഞാൻ തിരിച്ചു വന്നത്. ക്വാളിറ്റിയിലും ബിസിനസ് സ്ട്രാറ്റജിയിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാറ് എന്തുകൊണ്ടാണ് സൈബർ സെക്യൂരിറ്റി ഫീൽഡിലേക്ക് ഒരു ട്രാൻസിഷൻ ഈ ഒരു സ്റ്റേജിൽ വരാനുള്ള കാരണം? അതൊരു നല്ല കഥയാണ്. 2013 ഞാൻ ബോംബെയിൽ എനിക്കൊരു ജോലി കിട്ടിയത്. ആ സമയത്ത് ISC2 എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ കൺസോർട്ടിയത്തിൻ്റെ ഇന്ത്യ ഹെഡായിട്ട് എനിക്ക് ജോലി കിട്ടിയിരുന്നു. അപ്പം ഇന്ത്യ മാനേജിംഗ് ഡയറക്ടറും ഇന്ത്യ ഹെഡ് ഓഫ് ബിസിനസ് ഡെവലപ്മെൻറ്റും ആയിരുന്നു ഞാൻ. ഒന്നും സൈബർ സെക്യൂരിറ്റിയിലെ ഏതൊരു എക്സ്പീരിയൻസും ഫോർമലായിട്ടൊരു സർട്ടിഫിക്കേഷനും ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ എന്നാലും തന്നെ പഠിക്കുന്ന കാലം മുതൽ ടെക്നോളജിയോട് വളരെ പാഷനറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലുമാണ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാറി വരുന്ന ഒരുപാട് ട്രെൻഡ്സും ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കൊരു ഫോർമലായിട്ടുള്ള ഒരു പ്രോഗ്രാമിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ യൂട്യൂബിൽ നിന്നോ അല്ല ഓൺലൈനായിട്ടുള്ള ഒരു വീഡിയോസും കണ്ടിട്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയല്ല ഇന്നത്തെ സൈബർ സെക്യൂരിറ്റിയും ഇന്നത്തെ നെറ്റ്വർക്കിംഗ്. അത് വളരെ ഏറെ എൻ്റെ ഒരു വർക്കിൽ എനിക്കത് മനസ്സിലായി തുടങ്ങി. കാരണം ഒരുപാട് എൻ്റെ ക്ലയൻസിനോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ലാക്ക് ഓഫ് നോളജാണ് എനിക്ക് കൂടുതൽ ദിവസേന എനിക്കത് പ്രശ്നമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സൈബർ സെക്യൂരിറ്റിയിലും നെറ്റ്വർക്കിങ്ങിലും ഒരു ബേസിക് ലെവൽ നോളജ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കുറേക്കാലമായിട്ട് മനസ്സിൽ വന്നത്. സാറ് എങ്ങനെയാണ് എൻക്രിപ്റ്റ് ബൈറ്റ്സ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ഒരു ഓൺലൈൻ ഫോമാറ്റിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഫേസ് ടു ഫേസ് ഓഫ്ലൈൻ ഫോമാറ്റിലാണ് പഠിക്കാനൊരു താല്പര്യം. അപ്പോൾ അത് കാരണം കൊണ്ട് കുറേ കാലമായിട്ട് ഞാനത് പോസ്റ്റ്പോൺ ചെയ്ത് നടക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ കുറേ കാലം റിസർച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം എൻക്രിപ്റ്റ് ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബത്തേരിയിലുണ്ട് എന്ന വിവരം അറിഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ വന്നു, അതിൻ്റെ ഫൗണ്ടേഴ്സിനോട് ഇൻട്രാക്ട് ചെയ്തു, അവരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇവർ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഇവർക്കൊക്കെ പ്രൊഫഷണലായിട്ട് നെറ്റ്വർക്കിംഗ്, ഇൻഫർമേഷൻ സെക്യൂരിറ്റി, IT-യിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്സും നോളജുമായിട്ട് വളരെ സ്ട്രോങ് എക്സ്പീരിയൻസും പ്രൊഫഷണൽ എക്സ്പീരിയൻസും ഉള്ള വ്യക്തികളാണ്. അവർ ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് അവർ ഇത് എൻക്രിപ്റ്റ് ബൈറ്റ്സ് ഫൗണ്ട് ചെയ്തതാണ്. അപ്പം അവരെപ്പരം ഇൻട്രാക്ട് ചെയ്തപ്പം അവരെ ഒരു ഐഡിയാസും അവരൊരു കോൺസെപ്റ്റ്സും ഒക്കെ വളരെ സ്ട്രോങ് ആണ്, വളരെ അപ്ഡേറ്റഡ് ആണ് എന്നുള്ളൊരു ബോധം എനിക്ക് അപ്പം തന്നെ വന്നു. അങ്ങനെയാണ് ഞാൻ എൻക്രിപ്റ്റ് ബൈറ്റ്സിൽ ഒരു 2 month സൈബർ സെക്യൂരിറ്റി ആൻഡ് നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിന് എൻറോൾ ചെയ്യുന്നത്. സാർ എൻക്രിപ്റ്റ് ബൈറ്റ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം സാറിൻ്റെ ലേണിങ്ങിൽ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം എന്താ വെച്ചാൽ ലേണിങ്ങിൽ വളരെ എനിക്ക് വളരെ ഡിഫിക്കൽട്ടി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഈ വയസ്സിൽ കാണാൻ യങ് ആണെങ്കിലും എൻ്റെ വയസ്സ് ഇപ്പം 47ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു ഫോമാറ്റിൽ ലേൺ ചെയ്യാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്നുള്ള വല്ലാത്തൊരു മനസ്സിലൊരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വന്നപ്പം എൻ്റെ 2 ഇൻസ്ട്രക്ടേഴ്സ്, ആത്തിഫിന് ഒരുപാട്
സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി, പിന്നെ ബഗ് ഹണ്ടിങ്ങിലൊക്കെ വളരെ ഒരു റെപ്യൂട്ടഡ് ആൻഡ് ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ആതിഫ്. അപ്പം വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, 1-on-1 എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എൻ്റെ ഒരു ആ ഒരു ഡൗട്ട്, പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് പെട്ടെന്ന് തന്നെ ആതിഫും ശരത്തും മാറ്റിയെടുത്തു. വളരെ ഈസി ആയിട്ടാണ് കോൺസെപ്റ്റ്സ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് തന്നത്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്, സോഫ്റ്റ്വെയർസ് ആണ്, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കോൺസെപ്റ്റ്സ് ആണ്. അപ്പം ആർക്കും തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് എൻക്രിപ്റ്റ് ബൈറ്റ്സിൽ ആതിഫും ശരത്തും എനിക്ക് ഗൈഡൻസ് തന്നത്. ശരത്ത് നെറ്റ്വർക്കിംഗ് എക്സ്പേർട്ടാണ്. പുള്ളിയുടെ പ്രീവിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വളരെ വലിയ പ്രോജക്ട്സ് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും എൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് വളരെ 1-on-1 ആയിട്ടുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാനത് ചെറിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് വളരെ പോസിറ്റീവായി എന്നൊരു കാര്യം പറയാൻ പറ്റുന്നത്. എൻക്രിപ്റ്റ് ബൈറ്റ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം സാറിൻ്റെ പേഴ്സണലായാലും പ്രൊഫഷണലായാലും കരിയറിൽ എന്ത് തരം ബെനിഫിറ്റാണ് സാറിന് ഉണ്ടായത്? അത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടിയാണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് സ്കൂൾസിലൊന്നും ആരും പഠിപ്പിച്ചു തരാനില്ല. ഞങ്ങളുടെ സ്കൂൾസിലൊന്നും ഇതിനെ പറ്റിയിട്ട് ഒരു കോൺസെപ്റ്റോ സിലബസോ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയാസോ ഒന്നും വന്നു തുടങ്ങിയിട്ടേ ഇല്ല. പക്ഷേ എന്നാലും റിയൽ വേൾഡിൽ ഇതിനൊക്കെ വളരെയേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസും കൂടി ഉണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈബർ സെക്യൂരിറ്റി ഫ്രോഡ്സിൻ്റെ വിക്ടിംസ് ആകുന്നത് കേരളത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും തന്നെ സൈബർ സെക്യൂരിറ്റീനെ പറ്റിയിട്ട് പഠിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റ്സ്, ഇനി വരാൻ പോകുന്ന ഗവൺമെൻറ്റ്സ് ഒക്കെ ഇത് മാൻഡേറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു റിസോഴ്സ് നമുക്ക് പഠിക്കണ്ടെങ്കിൽ, നമുക്കൊരു നല്ലൊരു പ്രോഗ്രാം പഠിക്കണ്ടെങ്കിൽ എൻക്രിപ്റ്റ് ബൈറ്റ്സിനെ പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ തീർച്ചയായിട്ടും ചേരണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് പഠിച്ചതിന് ശേഷം എനിക്ക് വളരെയേറെ ആതിഫിൻ്റെ ഒരു ഗൈഡൻസിൽ വളരെയേറെ തന്നെ എനിക്കൊരു സൈബർ സെക്യൂരിറ്റീനെ പറ്റിയിട്ടും ഇൻഫർമേഷൻ സെക്യൂരിറ്റീനെ പറ്റിയിട്ടും പിന്നെ എന്തൊക്കെയാണ് നമ്മൾ സേഫ് ഗാർഡ്സ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓൺലൈൻ പ്രസൻസ് നമ്മൾ പോകുന്ന സമയത്ത്, ഓൺലൈനിൽ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ സേഫ് ഗാർഡ്സ് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ സിസ്റ്റംസിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് എനിക്കൊരു വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾക്ക് ഓരോരോ ആൾക്കാരും ഒരു ഫാമിലിയിൽ ഇങ്ങനെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഫാമിലീസൊക്കെ പ്രൊട്ടക്റ്റഡ് ആവും. കാരണം നാളത്തെ ഒരു സിറ്റുവേഷനിൽ വളരെയേറെ ഇൻ്റർനെറ്റിനെ നമ്മൾ യൂസ് ചെയ്തിട്ട്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കഴിയേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് എൻക്രിപ്റ്റ് ബൈറ്റ്സിൽ അവർ വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും വളരെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അവർ മാപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു ഡിജിറ്റൽ എറയിൽ നമ്മളുടെ പാസ്സായി വരുന്ന സ്റ്റുഡൻസൊക്കെ ഈ ഒരു സൈബർ സെക്യൂരിറ്റി നെറ്റ്വർക്കിംഗ് ഫീൽഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ ആ സ്റ്റുഡൻസിനൊക്കെ എന്തൊക്കെ പ്രൊഫഷണൽ ബെനിഫിറ്റ്സ് ആയിരിക്കും അവരുടെ ഫ്യൂച്ചർ കരിയറിൽ ഉണ്ടാവുക എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നമ്മളെ ബിസിനസ്സസ് ഭൂരിപക്ഷം ഓൺലൈനായിട്ട് പോകാൻ പോകുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളൊക്കെ ഇനി ഒരു ഗ്ലോബൽ മാർക്കറ്റിലാണ് നമ്മൾ ബിസിനസ്സൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഓൺലൈൻ പ്രസൻസ് ഇപ്പം ഇന്ത്യയിൽ വളരെയേറെ ബിസിനസ്സസിനെ ഡ്രൈവ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനീസ്, ഒരു എപെക്സ് ബോഡിയാണ്, ഒരു പോളിസി ബോഡിയാണ്. അതിൻ്റെ കൂടെ ഡേറ്റ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ DSCI, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയും കൂടിയാണ് CERT, കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഈ 3 ബോഡീസും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചേർന്നിട്ട് ഒരുപാട് പോളിസീസും പ്രൊസീജിയേഴ്സും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിക്കുന്ന സമയം തന്നെ. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വരാൻ പോകുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഒരു IT കോൺസെപ്റ്റ്സ്, എങ്ങനെയാണ് നമ്മൾ IT അസറ്റ്സ്, ഡിജിറ്റൽ അസറ്റ്സിനെ നമ്മൾ സേഫ് ഗാർഡ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്തിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് വളരെ കോമ്പറ്റീറ്റീവായിട്ടും വളരെ റോബസ്റ്റായിട്ടും റെസ്പോൺസീവായിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നൊരു കാലഘട്ടം വന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ അത് മെച്ചോറിറ്റി സ്റ്റേജിൽ ഇന്നും വന്നില്ല. അപ്പം ഇനി പഠിച്ച് പുറത്ത് വരുന്ന സ്റ്റുഡൻസിന് ഇതിലൊക്കെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ബാങ്ക്സിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലോ അല്ല വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അവർക്കൊരു ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ലീഡർ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ
എന്ന പൊസിഷൻസ് എന്നും ഉണ്ടാവും. കാരണം ഇൻ്റർനെറ്റ് ഉള്ളിടത്തോളം കാലം ഈ പൊസിഷൻസ് വളരെ ഏറെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു പൊസിഷൻസ് ആയിട്ട് മാറി വരും. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എൻക്രിപ്റ്റ് ബൈറ്റ്സിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ഗൈഡൻസ്, ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ഗൈഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിത് വളരെ ഏറെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു.